ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തളപതി വിജയ് നായകനെത്തുന്ന സെപ്റ്റംബർ 5 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. UK-യിലാണ് സിനിമയുടെ ആദ്യ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുന്നത്. IMAX ഉൾപ്പെടെയുള്ള ഫോർമാറ്റുകളിൽ സിനിമ തിയേറ്ററുകളിൽ ലഭ്യമാകുന്നതാണ്. തമിഴിലെ മികച്ച ഹൊറർ ത്രില്ലർ സിനിമകളിലൊന്നായ ഡിമോണ്ടി കോളനിയുടെ രണ്ടാം ഭാഗമാണ് ഡിമോണ്ടി കോളനി 2. ചിത്രം അടുത്ത ആഴ്ച ഓഗസ്റ്റ് 15 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അരുൾ നിധി സിനിമയിൽ നായകനായിട്ടെത്തുന്നു. വർഷങ്ങളായിട്ട് റിലീസ് ചെയ്യാനാവാതെ പോയ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ തമിഴ് സിനിമയാണ് പ്രശാന്തിന്റെ അന്താഗൺ. ചിത്രം ഈ ആഴ്ച ഓഗസ്റ്റ് 9 റിലീസ് ചെയ്യും. അന്താദുൻ എന്ന ഹിന്ദി സിനിമയുടെ തമിഴ് റീമേക്ക് കൂടിയാണ് അന്താഗൺ. 2021 അന്താദുനിന്റെ മലയാളം റീമേക്ക് കൂടി ഭ്രമം എന്ന പേരിൽ പൃഥ്വിരാജ് നായകനായി എത്തി OTT-യിൽ റിലീസ് ചെയ്തിരുന്നു. കങ്കുവ സൂര്യ നായകനായി എത്തിയ പാനന്തൻ സിനിമയാണല്ലോ. ചിത്രം ഓഗസ്റ്റ് 10 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഈ ഓഗസ്റ്റ് 8 സിനിമയുടെ ട്രെയിലർ പ്രഖ്യാപന അപ്ഡേറ്റ് വരുമെന്നും ട്രെയിലർ ഓഗസ്റ്റ് 12 ശിവയുടെ ജന്മദിനത്തിൽ റിലീസ് ചെയ്യുമെന്നൊരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഈ റിപ്പോർട്ട് ശരിവയ്ക്കുകയാണെങ്കിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് വളരെ മുൻപ് തന്നെ സിനിമയുടെ ട്രെയിലർ വരുന്നു എന്നാണ് നാം അർത്ഥമാക്കേണ്ടത്. ബേസിലിന്റെ 3 സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. അതിലൊന്ന് നുണക്കുഴി എന്ന ബേസിൽ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഡാർക്ക് കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ ട്രെയിലർ നാളെ വൈകിട്ട് 6:30 റിലീസ് ചെയ്യും. ജിത്തു ജോസഫാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബേസിലിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ഏറ്റവും പുതിയ സിനിമയാണ് നസ്രിയ നസീം നായികാവേഷത്തിലെത്തുന്ന സൂക്ഷ്മദർശിനി. അതേസമയം ബേസിൽ ജോസഫ് നായകനെത്തി ടൊവിനോ തോമസ് നിർമ്മിക്കുന്ന മലയാളം സിനിമയാണ് മരണമാസ്. ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട സിനിമയിലേക്ക് നാളെ ഓഗസ്റ്റ് 7 ബേസിൽ ജോസഫ് ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഈ ആഴ്ച ഓഗസ്റ്റ് 9 തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം എന്റർടൈനർ സിനിമയാണല്ലോ അഡിയോസ് അമിഗോ. സുരാജ് വെന്നാറമോട്, ആസിഫ് അലി തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഇന്ന് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. മികച്ച ബുക്കിംഗ് നേടിയെടുക്കട്ടെ, മികച്ച അഭിപ്രായം നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായിട്ട്. സലാറിന് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്തിരിക്കുന്ന അടുത്ത വമ്പൻ ഇന്ത്യൻ സിനിമയാണല്ലോ ജൂനിയർ NTR നായകനെ എത്തുന്ന NTR നീൽ എന്ന താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന സിനിമ. ചിത്രത്തിന്റെ പൂജ ചടങ്ങ് ഇവരുന്ന ഓഗസ്റ്റ് 9 നടക്കുമെന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണവും ഉടനെ ആരംഭിച്ചേക്കും. ഇനി 10-20 ദിവസത്തെ ചിത്രീകരണം ബാക്കിയുള്ള ലാലേട്ടന്റെ സിനിമയാണല്ലോ L360. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ശോഭന നായകവേഷത്തിലെത്തുന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് സംവിധായകനിൽ നിന്ന് ലഭ്യമായിരിക്കുകയാണ്. അത് പ്രകാരം സിനിമയ്ക്ക് ടീസർ ഉണ്ടാകുമോ എന്നൊരു ആരാധകന്റെ ചോദ്യത്തിന് ടീസർ ഉണ്ടാവില്ല എന്ന മറുപടി തരുൺമൂർത്തി നൽകിയിരിക്കുകയാണ്. അപ്പോൾ L360 എന്ന സിനിമയ്ക്ക് ടീസർ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കാം ഈ വർഷം വരുന്ന L360-നായിട്ട്.